വള്ളുവനാട്ടിലെ പൂരപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം. പ്രശസ്തമായ തൂത ഭഗവതി ക്ഷേത്രത്തിലെ മേടമാസ പൂരത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്തിനും വൈവിധ്യമാർന്ന കലാപരിപാടികൾക്കും ഇതോടെ തുടക്കമായി. മെയ് 12-നാണ് നാടും നഗരവും ഒന്നിക്കുന്ന വിശ്വപ്രസിദ്ധമായ തൂതപൂരം. ചെണ്ടമേളങ്ങളുടെയും മന്ത്രോച്ചാരണങ്ങളുടെയും അകമ്പടിയോടെ തൂത ഭഗവതി ക്ഷേത്രമുറ്റം പൂരലഹരിയിലേക്ക് ഉണർന്നു. ബുധനാഴ്ച വൈകിട്ട് ക്ഷേത്ര മേൽശാന്തി കുളങ്ങര ഗോപാലകൃഷ്ണൻ നായരുടെ മുഖ്യ കാർമ്മികത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. അനൂപ് തൃക്കേക്കരയുടെ സോപാന സംഗീതം ഭക്തിസാന്ദ്രമാക്കിയ അന്തരീക്ഷത്തിൽ തന്ത്രി നാരായണമംഗലത്ത് ആമയൂർ മനക്കൽ രാമൻ ഭട്ടതിരിപ്പാട് വിശേഷാൽ ഹോമങ്ങൾക്കും പൂജകൾക്കും നേതൃത്വം നൽകി. കൊടിയേറ്റത്തോടനുബന്ധിച്ച് രാവിലെ മുതൽക്കേ ക്ഷേത്ര പരിസരം ആഘോഷത്തിലായിരുന്നു. ഓട്ടംതുള്ളൽ, കൂത്ത്, മുളയിടൽ എന്നീ ചടങ്ങുകൾക്ക് ശേഷം വിശ്വപ്രസിദ്ധരായ വാദ്യകലാകാരന്മാർ അണിനിരന്ന ഇരട്ടാക്കേളി അരങ്ങേറി. ചെറുപ്പളശ്ശേരി ശിവൻ, ഹരിഹരൻ, മഞ്ചേരി ഹരിദാസ്, പനമണ്ണ ശശി എന്നിവർ തീർത്ത താളലയങ്ങൾ പൂരപ്രേമികൾക്ക് ആവേശമായി. രാത്രി 11 മണിയോടെ ഈ വർഷത്തെ തോൽപ്പാവക്കൂത്തിന് തിരിതെളിഞ്ഞു. വിവിധ സമുദായങ്ങളുടെയും കമ്മിറ്റിയുടെയും വഴിപാടായി 30 ദിവസമാണ് തോൽപ്പാവക്കൂത്ത് നടക്കുക. ഇനി വരുന്ന ദിനരാത്രങ്ങൾ തൂതയ്ക്ക് ആഘോഷങ്ങളുടേതാണ്. കാളവേല വരെയുള്ള എല്ലാ ദിവസവും വൈകിട്ട് 7:30 വൈവിധ്യമാർന്ന കലാപരിപാടികൾ ക്ഷേത്രം സന്നിധിയിൽ അരങ്ങേറും. മെയ് 11 വർണ്ണാഭമായ കാളവേലയും 12 വെള്ളുവനാടിന്റെ പൂരപ്പെരുമ വിളിച്ചോതുന്ന തൂതപ്പൂരവും കൊണ്ടാടും. ഇതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെർപ്പളശ്ശേരി.